നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യയുടെ അതിർത്തിക്കുള്ളിൽ കയറി അമേരിക്ക കില്ലർ ആയുധത്തിന്റെ ടെസ്റ്റ് ഡോസ് നടത്തിയോ? ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ പുടിന്റെ ഉള്ളിൽ കയറി കൂടിയ സംശയം. അന്വേഷണത്തിന് റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഇറക്കി വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റിന്റെ ഈ സംശയത്തിന് തക്കതായ കാരണമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനമാണ് അത്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ മിന്നൽ നീക്കത്തിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. നിക്കോളാസ് മഡുറോയെ പിടികൂടാൻ ഉപയോഗിച്ചത് ഡിസ്കോംബുലേറ്റർ എന്ന് പേരിട്ടിരിക്കുന്ന അതീവ രഹസ്യമായ സോണിക് ആയുധമാണെന്ന്, ശബ്ദതരംഗ ആയുധമാണെന്ന് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് പോസ്റ്റ് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കയുടെ കൈവശം മാത്രമുള്ള ഈ വിനാശകാരിയായ ആയുധത്തെക്കുറിച്ച് ട്രംപ് തുറന്നടിച്ചത്. ഈ മാരകയുദ്ധം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം വെളിപ്പെട്ടതോടെ പുടിന് സംശയം ബലപ്പെടുന്നു. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പങ്കുവച്ച ഒരു വെനസ്വേലിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ സാക്ഷ്യപ്പെടുത്തൽ ഈ ആയുധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട്. തലയ്ക്കുള്ളിൽ സ്ഫോടനം നടക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ആയുധം പ്രയോഗിച്ച ഉടനെ സൈനികരുടെ മൂക്കിലൂടെ ചോരയൊലിക്കുകയും പലരും രക്തം ഛർദ്ദിക്കുകയും ചെയ്തു. എഴുന്നേറ്റു നിൽക്കാൻ പോലും കഴിയാത്ത വിധം എല്ലാവരും തറയിൽ വീണുപോയി. പുകയോ ശബ്ദമോ ഇല്ലാത്ത ഈ ആക്രമണം തങ്ങളെ പൂർണ്ണമായും നിസ്സഹായരാക്കിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതായത് മനുഷ്യ ശരീരത്തെ തളർത്തിക്കളയും. യുദ്ധം ചെയ്യാൻ പോയിട്ട് നിവർന്നൊന്നും നിൽക്കാൻ പോലും കഴിയില്ലെന്ന്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ചില റഷ്യൻ പട്ടാളക്കാരിൽ ഇതേ അവസ്ഥ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റഷ്യൻ പട്ടാളം തളർന്നു വീഴുകയായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ റഷ്യയിലെ ആരോഗ്യ വിദഗ്ധർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനിടയിലാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതും പുടിൻ ഞെട്ടിയതും. പുടിനുമായി ഇടഞ്ഞു നിൽക്കുന്ന ട്രംപ് യുക്രൈന് ആയുധം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയിൽ നിന്ന് ഈ മാരകായുധം യുക്രൈനിൽ എത്തിയോ എന്നാണ് പുടിൻ സംശയിക്കുന്നത്. ജനുവരി 3 നടന്ന ഓപ്പറേഷനിടെ വെനസ്വേലിയൻ സൈന്യത്തിന് ഒരു മിസൈൽ പോലും വിക്ഷേപിക്കാൻ കഴിഞ്ഞില്ലെന്ന് ട്രംപ് വെളിപ്പെടുത്തി. അവർ ബട്ടണുകൾ അമർത്തിക്കൊണ്ടിരുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. റഷ്യൻ ചൈനീസ് നിർമ്മിത മിസൈലുകളെല്ലാം ഈ ആയുധത്തിനു മുന്നിൽ നിശ്ചലമായി, ട്രംപ് പറഞ്ഞു. ശത്രുക്കളുടെ ആശയവിനിമയ സംവിധാനങ്ങളെയും പ്രതിരോധ ഉപകരണങ്ങളെയും പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കാൻ ഈ ഉപകരണത്തിന് സാധിക്കും. അമേരിക്കയുടെ ഈ വെളിപ്പെടുത്തൽ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഈ ആയുധത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും അന്വേഷണം തുടങ്ങുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കൻ സൈന്യത്തിന് മാത്രം അവകാശപ്പെട്ട ഈ സാങ്കേതിക വിദ്യ ഭാവി യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മയക്കുമരുന്ന് കടത്ത് ആരോപണങ്ങളെ തുടർന്ന് ജനുവരി 3 മഡുറോയെ പിടികൂടാൻ ദൗത്യം നടന്നത്. ഈ ദൗത്യത്തിനിടെ 47 സൈനികർ ഉൾപ്പെടെ 83 പേർ കൊല്ലപ്പെട്ടതായി വെനസ്വേലിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. യുഎസിന്റെ ഒരു സൈനികന് പരിക്കേറ്റെങ്കിലും അമേരിക്കൻ ഭാഗത്ത് മരണങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ആഴ്ച ആദ്യം ന്യൂസ് നേഷൻ അവതാരക കാറ്റി പാവ്ലിച്ചുമായി ചൊവ്വാഴ്ച നടത്തിയ അഭിമുഖത്തിൽ ട്രംപ് ഈ ആയുധത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നു. മറ്റാർക്കുമില്ലാത്ത ഈ സോണിക് ആയുധങ്ങൾ US സൈന്യത്തിന് മാത്രമേ ലഭ്യമുള്ളൂ എന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഈ രഹസ്യ ആയുധത്തെക്കുറിച്ച് അമേരിക്കക്കാർക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മറ്റാർക്കുമില്ലാത്ത ഈ സോണിക് ആയുധങ്ങൾ US സൈന്യത്തിന് മാത്രമേ ലഭ്യമുള്ളൂ എന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഈ രഹസ്യായുധത്തെക്കുറിച്ച് റഷ്യക്കാർക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മറ്റാർക്കും അറിയാത്ത ആയുധങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയുടെ ശത്രുക്കൾക്കെതിരെ ഈ ഉപകരണം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. നിലവിൽ ബ്രൂക്ലിനിലെ ഡിറ്റൻഷൻ സെന്ററിൽ വിചാരണ കാത്തിരിക്കുന്ന മഡുറോ മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് നേരിടുന്നത്. താൻ നിരപരാധിയാണ് എന്ന് മഡുറോ വാദിക്കുമ്പോഴും ഡിസ്കോംബുലേറ്റർ എന്ന ആയുധത്തിന്റെ കരുത്തിൽ അമേരിക്ക നടത്തിയ ഈ നീക്കം സൈനിക ചരിത്രത്തിലെ തന്നെ നാഴികക്കല്ലായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അബുദാബിയിൽ നടന്ന നിർണായക ചർച്ചകൾക്കിടെ യുക്രൈനിൽ ആഞ്ഞടിക്കുകയാണ് റഷ്യൻ മിസൈലുകൾ. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളും യുക്രൈൻ റഷ്യൻ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചകൾ സൃഷ്ടിപരമായ രീതിയിലാണ് നീങ്ങുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ ചർച്ചകൾക്കിടയിലും കീവിലും ഖാർക്കീവിലും റഷ്യ നടത്തിയ ആക്രമണം സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയുമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാറെഡ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അബുദാബിയിൽ ചർച്ചകൾ നടക്കുന്നത്. യുക്രൈൻ മുഖ്യ മധ്യസ്ഥൻ റസ്തം ഖുമെറേവും റഷ്യൻ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും അമേരിക്കൻ മേൽനോട്ടം ആവശ്യമാണെന്ന നിലപാടിലാണ് യുക്രൈൻ.
അടുത്ത ആഴ്ച വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുമുണ്ട്. എന്നാൽ അതിനിടയിലും ചർച്ചയാകുന്നത് വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ മിന്നൽ നീക്കത്തിന് പിന്നിലെ രഹസ്യമാണ്. നിക്കോളാസ് മഡുറോയെ പിടികൂടാൻ ഉപയോഗിച്ചത് ഡിസ്കോംബുലേറ്റർ എന്ന് പേരിട്ടിരിക്കുന്ന അതീവ രഹസ്യമായ സോണിക് ആയുധമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കയുടെ ശത്രുക്കൾക്കെതിരെ ഈ ഉപകരണം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ട്രംപ് സൂചിപ്പിക്കുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിലും ആശങ്കകളാണ് ഉണ്ടാകുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ 370-ലേറെ അറ്റാക്ക് ഡ്രോണുകളും 21 മിസൈലുകളുമാണ് പുടിൻ യുക്രൈനിലേക്ക് തൊടുത്തുവിട്ടത്. 12 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ യുക്രൈനെ മരവിപ്പിച്ച് കീഴടക്കാനാണ് റഷ്യയുടെ ശ്രമം. ആണവ നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി വിതരണം ചെയ്യുന്ന പ്രധാന സബ്സ്റ്റേഷനുകൾ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം. ഇതോടെ 6000-ഓളം കെട്ടിടങ്ങളിൽ ഹീറ്റിംഗ് സംവിധാനം നിലച്ചു. ഖാർക്കീവിൽ മെറ്റേണിറ്റി ക്ലിനിക്കിന് നേരെയും ഭവനരഹിതർക്കുള്ള ഷെൽട്ടറുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. സമാധാന ചർച്ചകളിൽ ഏറ്റവും വലിയ തർക്ക വിഷയം ഭൂമി വിട്ടുകൊടുക്കുന്നതാണ്. ഡോൺബോസ് മേഖലയുൾപ്പെടെ തങ്ങൾ പിടിച്ചെടുത്ത ഭാഗങ്ങൾ യുക്രൈൻ വിട്ടുനൽകണമെന്നാണ് ക്രെംലിന്റെ ആവശ്യം. എന്നാൽ ഇതിന് യുക്രൈൻ വഴങ്ങിയിട്ടില്ല. റഷ്യൻ സൈന്യം 25 മൈൽ പിന്നോട്ട് മാറുകയാണെങ്കിൽ തങ്ങളും മാറാമെന്ന വാഗ്ദാനം സെലൻസ്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരാനും അടുത്ത ആഴ്ച വീണ്ടും യോഗം ചേരാനുമാണ് തീരുമാനമായിട്ടുള്ളത്. സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങൾ അമേരിക്കയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന രക്തരൂഷിതമായ പോരാട്ടം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഈ നീക്കം ഏറെ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ലുഹാൻസ്ക്, ഡൊണേസ്ക് നഗരമേഖലകൾ ഉൾപ്പെടുന്ന ഡോൺബാസ് മേഖലയിൽ തന്ത്രപ്രധാനമായ നിശ്ചിത മേഖല യുക്രൈൻ വിട്ടുനിൽക്കണമെന്നാണ് റഷ്യൻ നിലപാട്. 4 വർഷം ആക്രമിച്ചിട്ടും കീഴടങ്ങാത്ത മേഖല വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത നിലപാടിലായിരുന്നു യുക്രൈൻ. എന്നാൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഡോൺബോസ് മേഖലയുടെ നിയന്ത്രണം ഉപാധികളോടെ റഷ്യയ്ക്ക് നൽകുന്നത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിൽ ചർച്ച നടന്നുകഴിഞ്ഞെന്ന് നേരത്തെ തന്നെ വിവരങ്ങളുണ്ടായിരുന്നു. പകരം എല്ലാത്തരം ആക്രമണവും നിർത്തിവെക്കുന്ന സുരക്ഷാ ഗ്യാരണ്ടിയാകും യുക്രൈന് ലഭിക്കുക. യുക്രൈന് വ്യാവസായിക പ്രാധാന്യമുള്ള സുപ്രധാന കിഴക്കൻ അതിർത്തി പ്രദേശമാണ് ഡോൺബോസ്. റഷ്യയ്ക്ക് ക്രൈമിയയിൽ ഇടപെടൽ എളുപ്പമാക്കുന്ന തന്ത്രപ്രധാന മേഖലയും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരും കൂടുതലുള്ള മേഖലയുമാണ് ഇത്. UAEയിലെ ചർച്ചകൾ ഇനിയും 2 ദിവസം വരെ നീളും. സൈനികപരമായി പരസ്പരം അംഗീകരിക്കേണ്ട ധാരണകൾ, അതിർത്തികൾ, ആക്രമണം അവസാനിപ്പിച്ചാൽ പകരം വിട്ടുനൽകുകയും നിലനിർത്തുകയും ചെയ്യുന്ന മേഖലകൾ എന്നിവയിൽ തീർപ്പുണ്ടാക്കാനാണ് ശ്രമം. ചർച്ചയ്ക്ക് മുമ്പ് അമേരിക്കൻ സംഘം പുടിനെയും യുക്രൈൻ പ്രസിഡന്റിനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കണ്ടതിലൂടെ നടക്കുന്നത് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചയെന്ന് ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ സംഘർഷ സാഹചര്യം വഷളാകും. യുക്രൈനിൽ അതിശൈത്യത്തിനിടയിൽ ഊർജ്ജ പ്രതിസന്ധിയാണ്. ആക്രമണത്തിൽ വൈദ്യുത സംവിധാനം തകർന്ന് ഹീറ്ററുകൾ പോലുമില്ലാത്ത സ്ഥിതിയാണ് രാജ്യത്തുള്ളത്. ഈ സാഹചര്യത്തിലാണ് UAE ചർച്ചയിൽ നിർണായക പുരോഗതിയുണ്ടെന്ന വിവരം പുറത്തുവരുന്നതും. മലയാളി വാർത്ത ഇൻസൈഡ്.